സാധാരണ സ്കൂളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിലേക്ക് എല്ലാ ക്ലാസ്സിൽ നിന്നും ആളുകൾ എത്തുന്നു, കുട്ടികൾ എത്തുന്നു, അവർ പുസ്തകങ്ങൾ ശേഖരിക്കുന്നു, വായിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ കോഴിക്കോട് പരപ്പിൽ MM ഹൈസ്കൂളിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. എല്ലാ ക്ലാസ് മുറികളിലും ഓരോ ലൈബ്രറി വീതമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഒരു ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. 36 ക്ലാസ് മുറികളിൽ 36 ലൈബ്രറികൾ എന്ന് പറയുമ്പോൾ അത് കോഴിക്കോട് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഒരു സ്കൂളിൽ 36 ലൈബ്രറികൾ എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. വായിക്കാറുണ്ടോ? ഈ അടുത്തെന്താ വായിച്ചത്? വിശ്വവിഖ്യാതമായ മൂക്ക്. അമ്പടാ, അടിപൊളി. ഇവിടെ ബഷീറിന്റെ കുറെ ആരാധകരുണ്ടല്ലേ? എങ്ങനെ ഇഷ്ടമായോ? അടിപൊളി അടിപൊളി. ബഷീറിന്റെ വേറെ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? പാത്തുമ്മയുടെ ആട് വായിച്ചിരിക്കണം. പിന്നെയോ? ബാല്യകാല സഖി എല്ലാം വായിച്ചിട്ടുണ്ടല്ലേ? പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖി. ബഷീറിന്റെ ആരാധകനാണോ? വേറെ ആരെയൊക്കെ ഇഷ്ടം? വേറെ ഞോനി കുറിപ്പ്, വള്ളത്തോള്, ഉള്ളൂർ ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയതൊക്കെ വായിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ തന്നെയാണോ എടുത്ത് വായിക്കുന്നത്? ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങിയപ്പം ഭയങ്കര സന്തോഷമാണോ? എന്താ അതിൻ്റെ ഒരു പ്രതികരണം? എന്താ? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും വായിക്കാമല്ലോ, ലൈബ്രറി പീരീഡിലൊക്കെ എല്ലാം വായിക്കാം. ലൈബ്രറി മറ്റൊരു ലൈബ്രറിയിലേക്ക് പോകേണ്ട, ക്ലാസ്സിൽ തന്നെ എടുത്ത് വായിക്കാം. സുഖാണ്. 1977-78 ബാച്ചിൽ ഈ സ്കൂളിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു സ്നേഹ സമ്മാനമായാണ് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ക്ലാസ് ലൈബ്രറികൾ ഒരുക്കിയിരിക്കുന്നത്. വായിക്കാറുണ്ടോ? ഈ അടുത്ത് എന്താ വായിച്ചേ? എനിക്ക് കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ബുക്കുകളാണ് ഇഷ്ടം. എന്താ ലാസ്റ്റ് എന്താ വായിച്ചേ? ലാസ്റ്റ് എന്താ വായിച്ചെന്ന് ഓർമ്മയില്ല. ഷെർലക് ഹോംസിനെയൊക്കെ ഇഷ്ടമുണ്ടോ? ഇഷ്ടമാണ്. വായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും? അഡ്വഞ്ചറസ് ആയ ബുക്സ് ആണ് ഇഷ്ടം. മോനെ ഏതാ ലാസ്റ്റ് വായിച്ച ബുക്ക്? ഞാൻ ബഷീറിന്റെ ബുക്കാണ് വായിച്ചത്. പാത്തുമ്മയുടെ ആടാണ് വായിച്ചത്. പാത്തുമ്മയുടെ ആടിന് ഇവിടെ കുറെ ഫാൻസ് ഉണ്ട് അല്ലേ? ഏതാ വായിച്ചത്? ടാഗോറിന്റെ ഒരു ബുക്ക്. ടാഗോറിന്റെ ബുക്ക്. ഏതാ ബുക്ക്? ടാഗോറിന്റെ ബുക്ക്. എത്ര ഇഷ്ടമായോ? ടാഗോറിന്റെ ഒറ്റ ബുക്കേ വായിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഒറ്റ ബുക്ക് ഇവിടെ കിട്ടണ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയത്. ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടാക്കിയത് നല്ലതാണോ? വായിക്കാലോ. ലൈബ്രറി പീരീഡിലൊക്കെ ക്ലാസ് തന്നെ ലൈബ്രറി ആയി. സന്തോഷം. ആദ്യം ഇവിടുന്ന് ലൈനായിട്ട് പോയിട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ക്ലാസ്സിലുണ്ടായതുകൊണ്ട് വായിക്കാം. നമ്മുടെ കൂടെ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും അതുപോലെ 1977-78 ബാച്ചിൻ്റെ ജനറൽ സെക്രട്ടറിയും ഉണ്ട്. അവരുടെയൊക്കെ ഒരു ആശയമാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാച്ചാണ് 77-78 ബാച്ച്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്ന് തോന്നിയതാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണമല്ലോ എന്നുള്ള നിലക്കാണ്. അപ്പോൾ കുട്ടികളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വായനയുണ്ട്, പക്ഷേ അധികം സോഷ്യൽ മീഡിയയിലുള്ള വായനയായിപ്പോയി. അപ്പോൾ തിരിച്ചും ടെക്സ്റ്റ് പുസ്തകങ്ങളിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ആശയം ഇങ്ങനെ ഒരു ലൈബ്രറി ക്ലാസ്സുകളിൽ വന്നതുകൊണ്ട് അത് പരിപോഷിക്കാൻ വേണ്ടി നമ്മളൊരു പീരീഡ് തന്നെ ലൈബ്രറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയം നമ്മളെ മെമ്പർമാരിൽ വരികയും അത് കുട്ടികളിലെ കയ്യെത്താവുന്ന ദൂരത്തിൽ, അതായത് ക്ലാസ്സുകളിൽ അങ്ങനെ ഒരു സംരംഭം ഇന്ന് ഏകദേശം ഒരു 35,000 ഉറുപ്പികയോളം വരും ഈ ഒരു ബുക്കും ഷെൽഫും. 200-220 അതായത് വ്യത്യസ്ത ക്ലാസ്സുകളിൽ വ്യത്യസ്ത ബുക്കുകളാണ് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒന്നാമത് കുട്ടികൾ ലൈബ്രറി ഉപയോഗിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ സർക്കാരിനൊരു നിയമം കൂടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏത് വിധേനയും നടപ്പിലാക്കുക എന്നാണ് ഇപ്പോൾ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ അലൂമിനിയുടെയും ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ക്ലാസ്സുകളിലും ലൈബ്രറി എത്തിക്കുന്നത്. ഇപ്പോൾ ലൈബ്രറി എത്തിച്ചാൽ തന്നെ കുട്ടികൾ വായിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് തന്നെ എന്തായാലും അതിൽ ഇടപെടണം. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ വായന മരിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ പരപ്പിൽ MM ഹൈസ്കൂളിലേക്ക് ഒന്ന് വന്നു നോക്കണം. ഇവിടെ വായന മരിച്ചിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ വായിക്കുന്ന കുട്ടികളാണ്. അത് വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചപ്പോൾ പുതിയ തലമുറ കൂടുതലായി വായിക്കുന്നു, വായനയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് തരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.